അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ രണ്ടാം അഖബ ഉടമ്പടി പൂർത്തിയായി. അതീവ രഹസ്യമായിട്ടായിരുന്നു കാര്യങ്ങളും നീക്കങ്ങളുമെല്ലാം. പക്ഷേ അത് അങ്ങനെയാണല്ലോ, പല രഹസ്യങ്ങളും അങ്ങനെയാണ്. അത് ചിലപ്പോഴെങ്കിലും ചെറുതായെങ്കിലും പുറത്തു ചാടുക തന്നെ ചെയ്യും. ഇവിടെയും അതുണ്ടായി. അല്ലെങ്കിൽ തന്നെ മക്കായിലെ മുശ്രിക്കീങ്ങൾക്ക് ശക്തമായ സംശയം ഉണ്ടായിരുന്നു. യഥിരിബുകാരുമായി മുഹമ്മദ് കൂടുതൽ അടുക്കുന്നുണ്ടോ എന്ന ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ നിരീക്ഷണത്തിൽപ്പെട്ടതുകൊണ്ടാവാം രാത്രി വളരെ വൈകി വളരെ രഹസ്യമായൊരു സ്ഥലത്ത് വെച്ചാണ് അഖബ ഉടമ്പടി നടന്നത് എങ്കിലും അത് അവരറിഞ്ഞു. ഉടനെ അവർ നേരെ വന്നു. അവർ വന്നത് യഥിരിബിലെ തീർത്ഥാടക സംഘത്തിൻ്റെ നായകനായിരുന്ന അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സലൂലിൻ്റെ അടുത്തേക്കായിരുന്നു. അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം വിശ്വാസിയായി, പിന്നെ മുനാഫിക്കാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾ മുഹമ്മദുമായി അടുക്കുന്നു, മുഹമ്മദുമായി സന്ധി ചെയ്യുന്നു, നിങ്ങൾ മുഹമ്മദിനെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ക്ഷണിക്കുന്നു, സഹായം വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ മക്കയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ്. ഈ നീക്കങ്ങളൊക്കെ സത്യമല്ലേ എന്ന് മക്കയിലെ നേതാക്കന്മാർ യഥിരിബിൽ നിന്ന് വന്ന തീർത്ഥാടകരുടെ നേതാവായിരുന്ന അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സലൂലിനോട് ചോദിച്ചു. അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സലൂൽ പറഞ്ഞു, ഞാനറിയാതെ മദീനക്കാർ, യഥിരിബുകാർ അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂലിനെ അവരതിൽ കൂട്ടിയിരുന്നില്ല. കാരണം അദ്ദേഹം പണ്ടേ അത്രമാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, തീർത്ത് പറഞ്ഞപ്പോൾ അവർ മടങ്ങി. മക്കക്കാർ മടങ്ങി. മിനായിൽ നിന്നവർ മക്കയിലേക്ക് തന്നെ മടങ്ങി. പക്ഷേ മക്കയിലേക്ക് എത്തിയപ്പോഴേക്ക് വീണ്ടും അവരുടെ മനസ്സിൽ ചില സന്ദേഹങ്ങൾ വന്നു. ചില ആൾക്കാർ ചില സൂചനകൾ പറഞ്ഞു. അതുകൊണ്ട് അവർ വീണ്ടും മിനായിലേക്ക് തന്നെ വന്നു. മിനായിലേക്ക് എത്തിയപ്പോഴേക്കും പക്ഷേ യഥിരിബുകാരായ തീർത്ഥാടകർ സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു. അവർ സ്ഥലം വിട്ട് കഴിഞ്ഞതുകൂടി കണ്ടപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന ഒരു ധാരണ, എന്നൊരു തോന്നൽ അവർക്ക് വന്നു. അതുകൊണ്ട് അവർ യഥിരിബുകാരുടെ പിന്നാലെ പാഞ്ഞു. ഏറ്റവും അവസാനമായി, ആ സംഘത്തിൻ്റെ ഏറ്റവും അവസാനമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന 2 പേരെയാണ് അവർക്ക് കയ്യോടെ പിടികൂടാൻ കഴിഞ്ഞത്. അതിലൊന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മറ്റൊന്ന് മുന്തിർ ബിൻ അംർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുന്തിർ ബിൻ അംർ പിന്നിൽ ഓടി വരുന്ന മക്കായിലെ നേതാക്കന്മാരെ കണ്ടതും ഓടി രക്ഷപ്പെട്ടു. അതേസമയം സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ അവർ പിടികൂടി. അവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അവർ അദ്ദേഹത്തെ ഭേദ്യം ചെയ്തു, അവർ അദ്ദേഹത്തെ അടിച്ചു, വേദനിപ്പിച്ചു. അവസാനം ഏതൊക്കെയോ ആൾക്കാർ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? നമുക്ക് ഇവരുടെ നാട്ടിലൂടെയാണ് ഷാമിലേക്ക് കച്ചവടത്തിന് പോകേണ്ടത്. യഥിരിബിലെ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് സഅദ് ബിൻ ഉബാദ എന്ന് നിങ്ങൾ മറക്കരുത്. ഖസ്റജുകളുടെ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് വിഡ്ഢിത്തം ചെയ്യരുത് എന്ന് പറഞ്ഞ് ചിലരെല്ലാം ഇടപെട്ടപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് അവരുടെ കരങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചത്. ഏതായിരുന്നാലും അഖബ ഉടമ്പടി നടന്ന കാര്യം മക്കക്കാർക്ക് ഉറപ്പായി. അതോടുകൂടെ മക്കക്കാരായ ആൾക്കാർക്ക്, ശത്രുക്കൾക്ക് ടെൻഷൻ വർദ്ധിച്ചു. അതേസമയം യഥിരിബിലാവട്ടെ സന്തോഷം, പ്രതീക്ഷ ഇതെല്ലാം ഉണർന്നു വരികയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയത്ത് ഇനി അധികം കാത്തു നിൽക്കാതെ ഹിജ്റ, മദീനയിലേക്ക് ഹിജ്റ
പോവുക എന്ന തീരുമാനത്തിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുമതിയും നൽകി. സത്യത്തിൽ ഹിജ്റ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും വലിയ ഒരു വൈകാരികമായ അധ്യായമായി നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വേദനാജനകമായൊരു സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്, അന്നും ഇന്നും. കാരണം ഹിജ്റ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായൊരു യാത്രയല്ല, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്, എല്ലാം ഒഴിവാക്കി പോവുകയാണ്. മാത്രമല്ല, അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ശക്തമായ ഭീഷണി ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ധൈര്യസമേതം പോകാനും കഴിയില്ല, അവരുടെ കണ്ണ് വെട്ടിച്ച് വേണം പോകാൻ. ഇങ്ങനെ പോയാൽ അതോടുകൂടെ അവിടെ ജനം രണ്ടായിത്തീരുന്നുണ്ട്. ആ രണ്ട് പക്ഷങ്ങൾ നാളെ പിറ്റേന്ന് യുദ്ധത്തിലെ രണ്ട് മുന്നണികളായി മാറിയേക്കാം. അതുകൊണ്ട് യുദ്ധം മുമ്പിൽ തന്നെയുണ്ട്. അങ്ങനെ വളരെയേറെ ഭാവിയിൽ ഒരുപാട് വെല്ലുവിളികൾ അല്ലെങ്കിൽ ഭീഷണികൾ എത്തി നോക്കുന്ന ഒരു സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് പരിചയമുണ്ട് അബിസീനിയയിലേക്കുള്ള ഹിജ്റ. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മദീനയിലേക്കുള്ള ഹിജ്റ. പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.